ചൂടിന് കാഠിന്യം കൂടുമ്പോൾ പലവിധ രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യത ഉണ്ടാകുമെന്ന മുന്നറിയിപ്പുമായി ആരോഗ്യ വിഭാഗം അധികൃതർ. ആവശ്യമായ മുൻകരുതലുകളും ജാഗ്രതയും ആവശ്യമാണെന്നും ഷൊർണൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ ആർ ശ്രീഹരി STVയോട് പറഞ്ഞു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 2 ലിറ്റർ വെള്ളമെങ്കിലും ഒരു ദിവസം കുടിക്കണമെന്നും ഡോക്ടർ പറയുന്നു. ദിവസവും ചൂടിന്റെ കാഠിന്യം കൂടി വരികയാണ്. ഇതേ തുടർന്ന് പലവിധ രോഗങ്ങൾ പിടിപെടാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പും ജാഗ്രതയും ആവശ്യമാണെന്നാണ് ആരോഗ്യ വിഭാഗം അധികൃതർ നൽകുന്ന സൂചന. പരമാവധി പുറത്തിറങ്ങാതിരിക്കുക. എന്തെങ്കിലും കാരണവശാൽ ചൂടേറ്റ് തലകറക്കം, ഛർദി, ദേഹാസ്വാസ്ഥ്യം എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ തൊട്ടടുത്തുള്ള ആശുപത്രിയെ സമീപിക്കേണ്ടതാണെന്നും പരിശോധന ആവശ്യമാണെന്നും ഷൊർണൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ ആർ ശ്രീഹരി പറഞ്ഞു. ചൂട് കൂടുമ്പോൾ അതിൻ്റെതായിട്ടുള്ള മുൻകരുതൽ നമ്മൾ എടുക്കണം. നല്ല ചൂടുള്ള സമയത്ത് പുറത്ത് ഇറങ്ങാതിരിക്കുക. നല്ല രീതിയിൽ തന്നെ നമ്മുടെ ശരീരത്തിനെ തണുപ്പിച്ച് വയ്ക്കാൻ നമ്മൾ ശ്രമിക്കണം. അപ്പോൾ വെള്ളം ധാരാളം കുടിക്കുക. നല്ല വെയിലത്ത് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തലകറക്കം എന്നീ അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഛർദി വരാം, ദേഹാസ്വാസ്ഥ്യമൊക്കെ വരാം. അപ്പം നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വെയിലത്ത് പോയതിന് ശേഷം അനുഭവപ്പെടുകയാണെങ്കിൽ അടുത്തുള്ള ആശുപത്രിയെ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. മാക്സിമം ഇതെല്ലാം ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മഞ്ഞപ്പിത്തം പോലുള്ള അസുഖവും വന്നു ചേരാൻ സാധ്യതകളുണ്ട്. പുറത്തുനിന്നുള്ള പാനീയങ്ങൾ പരമാവധി ഒഴിവാക്കണമെന്നും ഡോക്ടർ ശ്രീഹരി നിർദ്ദേശിക്കുന്നു. അതുപോലെ തന്നെ ഈ സന്ദർഭങ്ങളിൽ നമുക്ക് വരാൻ വേറൊരു അസുഖം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഞ്ഞപ്പിത്തം പോലെയുള്ള അസുഖങ്ങൾ ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. എല്ലാ രീതിയിലുള്ള പാനീയങ്ങൾ നമ്മൾ പുറത്തുനിന്ന് കഴിക്കുമ്പോൾ അതെല്ലാം ശ്രദ്ധിക്കുക. തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. മഞ്ഞപ്പിത്ത രോഗങ്ങളിൽ നിന്ന് നമുക്ക് മുക്തി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തിളപ്പിച്ചാറ്റിയ വെള്ളം തന്നെ കുടിക്കണം. അതുപോലെ ശുദ്ധജലങ്ങൾ മാത്രം, അല്ലാത്ത സ്ഥലങ്ങളിലെല്ലാം പോയിട്ട് ഇപ്പം നിറയെ പൂരങ്ങളൊക്കെ ഉണ്ട്. പൂരങ്ങളിലെല്ലാം പോയി വെള്ളം വാങ്ങിച്ചു കുടിക്കുമ്പോൾ ഇതുപോലെയുള്ള അസുഖങ്ങൾ കൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഇപ്പോൾ കണ്ടുവരുന്നത് യൂറിനറി ഇൻഫെക്ഷൻ ആൾക്കാർക്ക് കണ്ടുവരുന്നുണ്ട്. അതിനും കാരണം വെള്ളം കൂടി കുറഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ വെള്ളം കൂടി കുറയുന്ന കാരണം ഈ അസുഖവും കൂടുതലായി കണ്ടുവരുന്നു. എല്ലാവരും ആവശ്യത്തിന് മിനിമം 2 ലിറ്റർ വെള്ളമെങ്കിലും ഒരു ദിവസം കുടിച്ചിട്ടുണ്ടാവണം. ചൂടിനെ പ്രതിരോധിക്കാൻ ആവശ്യമായ മുൻകരുതലുകളും ജാഗ്രതയും എടുക്കണം. ഒരാൾ ഒരു ദിവസം 2 ലിറ്റർ വെള്ളമെങ്കിലും കുടിച്ചിരിക്കണമെന്നും ഡോക്ടർ നിർദ്ദേശിക്കുന്നു. ന്യൂസ് സെന്റർ ഷൊർണൂർ.